ഹായ് ഫ്രണ്ട്സ്, അച്ചോയ്സ് ടാക്കിൾസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാണെങ്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കടലിൽ കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് മോഡലുകൾ, കടലിൽ കളിക്കുന്ന എല്ലാ മോഡലുകളൊന്നും നമ്മുടെ ഇല്ല. കുറച്ച് മോഡലുകൾ റോഡുകളുണ്ട്, അതേപോലെ കുറച്ച് റീലുകളുണ്ട്. നമുക്ക് ആക്ച്വലി കടലിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ഈ ചെറിയ പുഴയും തോടും ആറും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് നമ്മുടെ ഷോപ്പും അതുപോലുള്ള പരിപാടികളും. കടലിലുള്ള എക്സ്പീരിയൻസ് കുറവാണ്. പിന്നെ കടലിൽ കളിക്കുന്ന കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. പുള്ളി വറ്റയുടെയൊക്കെ ഹെവി വറ്റയൊക്കെ പിടിക്കുന്ന ഒരു അടിപൊളി ഒരു കൊല്ലംകാരൻ്റെ ചാനലാണ്. അടിപൊളി ചാനലാണ്. എനിക്ക് പുള്ളിയെ പേഴ്സണലി പരിചയമൊന്നുമില്ല, പക്ഷേ പുള്ളിയുടെ ചാനലൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന നല്ല അടിപൊളി, ഭയങ്കര അടിപൊളി ഇതാണ്. പുള്ളിയുടെ ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് എക്യുപ്മെൻറ്റ്സുമാണ്, അടിപൊളി സാധനങ്ങളുമാണ്. അപ്പം പുള്ളിയുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ എനിക്കും പുള്ളിയുടെ അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ പിന്നെ നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യം മാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് പറയാനാണെങ്കിൽ റീലുകൾ, പല ടൈപ്പ് റീലുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാൾട്ട് വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം മാക്സിമം കുറച്ച് ബോഡി ക്വാളിറ്റി ഉള്ള റീലുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ നമ്മുടെ തുരുമ്പ് പിടിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റീലുകൾക്കകത്ത് പെടുന്ന റീല്, ഡൈവേയുടെ റീലുകൾ തുരുമ്പ് പിടിക്കുന്നത് വളരെ കുറവാണ്. കാരണം ഇതിനകത്ത് ഇരുമ്പിൻ്റെ ഐറ്റംസ് വളരെ കുറവായിരിക്കും, സ്റ്റീലാണ് കൂടുതലും വരുന്നത്. അപ്പം ഡൈവ റീലുകൾ പൊതുവേ നമുക്ക് സാൾട്ട് വാട്ടർ യൂസ് ചെയ്യും. പക്ഷേ അതിനകത്തും ഒരു കാര്യമുണ്ട്, ഇത് LT സീരീസ് റീലുകളാണ്. LT സീരീസ് റീലുകൾ ഇത് ലൈറ്റ് ഗെയിമിങ്ങിന് ഓക്കെയാണ് കേട്ടോ. ഒരു 1 kg 2 kg ഒക്കെ ഫിഷിങ്ങിനൊക്കെ കടലിൽ ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല, നല്ല മീൻ പിടിക്കാനൊന്നും ഇത് റെക്കമെൻഡബിൾ അല്ല. അതേപോലെ FX ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം FX ആണെങ്കിൽ പോലും നമുക്ക് സാൾട്ട് വാട്ടറിൽ കളിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ സാൾട്ട് വാട്ടറിൽ കളിച്ചിട്ട് ഈ സംഭവം തുരുമ്പ് പിടിച്ചിട്ട് റിവേഴ്സ് ലോക്ക് അസംബ്ലി ജാമായിട്ടൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ തുരുമ്പിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ഇത് FXന് വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് അത് റെസിസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളതാണ്. പിന്നെ കടലിൽ കളിക്കാൻ എപ്പോഴും LT സീരീസ് അല്ലാത്ത കറക്റ്റ് ഡൈവേഡ്, ഇപ്പോൾ RZ 4000 എന്ന് പറയുന്നില്ല, കല്ലൻ റീല. അതേപോലെ ഈ ക്രോസ് വയർ എന്ന് പറയുന്നത് ഇപ്പോൾ LT ഉണ്ട്, എൻ്റെ ക്രോസ് വയർ എന്ന് പറയുന്ന റീൽ എടുത്ത് അടിപൊളിയാണ്. അതുപോലെ NGS LTയുടെ MGS എന്ന് പറയുന്ന റീൽ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ LT സീരീസ് മാക്സിമം ഒഴിവാക്കുക. ഇതേപോലുള്ള അതിൻ്റെ ഫസ്റ്റ് വേരിയൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കല്ല് സാധനമാണ്, നല്ല കല്ല് പോലെ ഇരിക്കും. കടലിലൊക്കെ ആണെങ്കിൽ നല്ലൊരു മീൻ അടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീനെ ഫൈറ്റ് ചെയ്ത് കയറ്റാം. അതേപോലെയൊക്കെയുള്ള റീലാണ്. ഇതൊക്കെ വിലക്കുറവാട്ടോ, 2850 രൂപയൊക്കെ റേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പം ഇങ്ങനെയുള്ള റീലുകൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കൊന്നും കടലിലോട്ടുള്ള കാര്യങ്ങൾ സ്റ്റോക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ ഒരു വലിയൊരു സ്കീമുണ്ട്, 6 മാസത്തെ വാറണ്ടി പ്ലസ് നമ്മുടെ സ്ക്രാപ്പ് അക്സെപ്റ്റഡ് ഒരു സിസ്റ്റം, അങ്ങനെ 2 സ്കീം നമുക്ക് ഷോപ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടിക്ക് നിങ്ങൾക്ക് സാൾട്ട് വാട്ടർ കളിക്കേണ്ട റീലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്കത് എടുത്തു തരാൻ പറ്റും. കാരണം കടലിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാൾക്ക് ഒരു ഹൈ എൻഡ് മോഡൽ ഗിയറൊക്കെ വേണം. അപ്പോൾ അത്രയ്ക്ക് റേറ്റൊക്കെ ഉള്ള ഒരു റീലെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വരും. ഒരു 10,000 പ്ലസ് ഒക്കെ ഉള്ള റീലുകൾ വരും. നമ്മളത് വെറുതെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കത്തില്ല, കാരണം നമുക്കിവിടെ മൂവിങ് കുറവ്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വാറണ്ടിക്ക് സാധനം എടുത്ത് അവർക്ക് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് റോഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറയാൻ 10 ഫീറ്റിൻ്റെ റോഡാണ്. ആൽഫ എന്ന് പറയുന്നൊരു മോഡലാണ്. ഏകദേശം 1500 രൂപ റേഞ്ചിനകത്തേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. 10 ഫീറ്റിൻ്റെ റോഡാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഹെവി ഫിഷിംഗ് ഒന്നും ഞാൻ പറയത്തില്ല കേട്ടോ. നമുക്ക് ബൈറ്റ് അടിച്ചിട്ട് മീൻ പിടിക്കാനും അത്യാവശ്യം സബുക്കി എറിഞ്ഞിട്ടുള്ള മീൻപിടുത്തം എന്ന് വെച്ചാൽ ചെറിയ മീൻപിടുത്തങ്ങൾ കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഇത് ഓക്കെയാണ്. എന്ന് വെച്ചാൽ ഹെവി മീനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം 1500 രൂപയുള്ളൂ, അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയേ ഉള്ളൂ. പക്ഷേ നമ്മൾ സബുക്കി എറിഞ്ഞ് 10 ഫീറ്റിൻ്റെ റോഡാണ്, സബുക്കി എറിഞ്ഞിട്ട് അതുപോലെ ഒറ്റത്തും എറിഞ്ഞിട്ടൊക്കെയുള്ള മീൻപിടുത്തത്തിന് ഇത് ഓക്കെയാണ്. നമുക്കൊരു 1 kg 2 kg വരെയൊക്കെയുള്ള മീനെ പിടിക്കുന്നതിനൊക്കെ ഈ സാധനം ഓക്കെയാണ്. പിന്നെ 1500 1600 ആ റേഞ്ചൊക്കെ ഉള്ളൂ. നോക്കണം, കറക്റ്റ് അല്ല, ഒരു അപ്രോക്സിമേറ്റ്ലി റേറ്റാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അവൈലബിൾ ആണ്. ആൽഫ എന്ന് പറയുന്ന ഒരു ഇതാണ്, കുഴപ്പമില്ലാത്തൊരു റോഡാണ്. പിന്നെ നമുക്ക് ഉണ്ടെന്ന് പറയാൻ ജുപ്പിറ്റർ സഫാരിയുടെ ഇതുണ്ടോ, ഇത് ഡൈവയുടെ ജുപ്പിറ്റർ സഫാരിയുടെ 9 ഫീറ്റ് റോഡാണ്. ഇത് കല്ല് റോഡാട്ടോ. കല്ല് റോഡെന്ന് പറഞ്ഞാൽ കടലിൽ നമുക്ക് അടിപൊളി വെച്ചാൽ കുറഞ്ഞ റേറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു റോഡാണ്. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് കടലിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇടിവെട്ട റോഡ് കൊണ്ടായിട്ട് തന്നെ പല മീനുകളും ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതും നമുക്ക് വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈവയുടെ മെറ്റീരിയൽസ് കടലിലോട്ട് നല്ല റെക്കമെൻഡബിൾ മെറ്റീരിയൽസ് ആണ് എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഗൈഡാണെങ്കിലും എല്ലാം നല്ല അടിപൊളി ഗൈഡ്, നല്ല കാസ്റ്റിങ്, തിരണ്ടി പിടിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവേ
നമ്മുടെ കടലിൻ്റെ സൈഡിലുള്ള 2-3 ഷോപ്പുകാർ തിരണ്ടി പിടിക്കാൻ കൊടുത്തുകൊണ്ടിരുന്ന കോംബോ തന്നെ ഇതാണ്. ഈ ഡൈവേയുടെ റോഡും then ഈ റീലും കൂടെ ആയിരുന്നു തിരണ്ടി അടിക്കാൻ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ സാൽമൺ സമയത്തും ഒക്കെ കാസ്റ്റ് ചെയ്യാൻ. ഇതെന്ന് പറഞ്ഞാൽ ഷാലോ സ്പൂളാണ്. ഇതിനകത്തൊരു 150-200 മീറ്ററിൽ നൂല് കയറും. അപ്പോൾ കാസ്റ്റ് ചെയ്താലും നല്ല കാസ്റ്റിങ് കിട്ടുന്ന റീലുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള റീലും ഈ റോഡും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റോഡിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ സഫാരി 2435 രൂപ ആണ് ഈ റോഡിന് വില വരുന്നത്. ആ റേഞ്ചിനകത്ത് 9 ഫീറ്റിൻ്റെ റോഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എല്ലാ സാൾട്ട് വാട്ടർ ഗെയിമിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു ആഗ്രഹമാണ് തന്നെ ഇതുപോലത്തെ ഒരു റോഡ് എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻറ്റം ക്യാറ്റ് ഫിഷ്, ഡൈവേയുടെ ഫാൻറ്റം ക്യാറ്റ് ഫിഷാണ്. ഇത് 7, 8, 9 നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ 9 ഫീറ്റിൻ്റെ റോഡാണ്. 9 ഫീറ്റിൻ്റെ റോഡിനാണെങ്കിൽ ക്യാറ്റ് ഫിഷ് 2930 രൂപയാണ് 9 ഫീറ്റ് റോഡിൻ്റെ വില വരുന്നത്. അപ്പം ഈ സാധനം നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആണ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ജിഗ് അടിക്കാനാണേലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൂർ കാസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് അടിപൊളിയാണ്. പിന്നെ ഇതിനൊരു ഏകദേശം നല്ലൊരു കോമ്പിനേഷൻ. ഈ റീലിന് 2850 രൂപ വരുന്നുണ്ട് കേട്ടോ. ഈ 2850 രൂപയുടെ ഈ റീലേൽ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു കോമ്പിനേഷൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ കളിക്കാൻ പറ്റിയ പെർഫെക്റ്റ് സാധനമാണ് ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. കാരണം സാൾട്ട് വാട്ടറിൽ ഇപ്പം ലൂറൊക്കെ അടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഇത് അടിപൊളി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. കാരണം ഈ റീൽ ഇച്ചിരി കല്ലൻ റീലാണ്. ഇച്ചിരി നമുക്ക് നല്ല രീതിയിൽ പറിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു റീലാണ്. പക്ഷേ ഈ റീലിൽ ഞാൻ അത്ര റെക്കമെൻഡബിൾ അല്ല. കാരണം ഇതിൽ LT സീരീസാണ്. അകത്ത് വരുന്ന ഈ സ്പൂളിൻ്റെ ലിഫ്റ്റർ വരുന്നത് വളരെ ചെറിയ സംഭവം. അപ്പം അത് ചിലപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. നല്ല ഹെവി മീൻ അടിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു സെറ്റപ്പല്ല. ഇതിൻ്റെ നല്ല സ്ട്രോങ് ആണ് സംഭവം. ഇതിനകത്ത് വരുന്ന ഷാഫ്റ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിരിക്കും. ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും സാൾട്ട് വാട്ടർ കളിക്കുന്നവർക്ക്. എന്നുവെച്ചാൽ ബിഗിനേഴ്സിന്. ഞാൻ ഒരിക്കലും പ്രോയുടെ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്, ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം മാക്സിമം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു റേറ്റ് ഇല്ല, ഒരു 5 രൂപ 6 രൂപ റേഞ്ചിനകത്തൊക്കെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നത്തെ കാര്യം നമുക്ക് എന്താ പറയുന്നത്, ഇതൊക്കെ കൊറിയർ ചെയ്ത് തരുന്നത് നടക്കും. പക്ഷേ 9 ഫീറ്റും 10 ഫീറ്റും ഒക്കെ കൊറിയർ ചെയ്ത് തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും റേറ്റും ഉണ്ടാകും. അപ്പം കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്തു തരാൻ ഓപ്ഷനുണ്ട്. പിന്നെ ഇത് മിച്ചൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ 10 ഫീറ്റിൻ്റെ റോഡാണ്. വളരെ ലൈറ്റ്, പൂ പോലിരിക്കുക. അപ്പം ഞാൻ 10 ഫീറ്റിൻ്റെ റോഡ് ഇത് കണ്ടില്ലേ, വളരെ ലൈറ്റാണ്. പക്ഷേ റേറ്റ് വെയിറ്റിന് മാത്രമേ ഉള്ളൂ ഭാരമില്ലാത്തത്. റേറ്റിന് ഇച്ചിരി ഭാരമുണ്ട്. 4320 രൂപ ഇതിന് റേറ്റുണ്ട്. ഇതേ തന്നെ റേറ്റുണ്ട്. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയ റീലാണെങ്കിലും വലിയ റീലാണെങ്കിലും ഏത് വേണം വെക്കാം. പക്ഷേ ഇതിൽ എന്ന് വെച്ചാൽ തീരെ ലൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റീല് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ LT സീരീസ് റീലാണ്. നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഓരോ റോഡും ചൂസ് ചെയ്യുമ്പം നമുക്ക് ഏത് ടൈപ്പ് ഫിഷിംഗ് ആണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ റോഡും റീലും ചൂസ് ചെയ്യാൻ. ഇത് നമ്മളിപ്പം ജസ്റ്റ് പറയുന്ന ഈ 10 ഫീറ്റിൻ്റെ റോഡിൽ ഈ റീൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റാണ്. നമുക്കൊരു 2 kg അല്ലെങ്കിൽ ഒരു വറ്റപിടുത്തം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഈ സാധനം ഓക്കെയാണ്. വലിയ വെയിറ്റ് അറിയുന്നില്ല. കാരണം വളരെ ഹാൻഡിലിങ് വളരെ ഈസിയാണ്. കണ്ടോ, 10 ഫീറ്റിൻ്റെ റോഡാണെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള മിച്ചൽ ഫ്ലൂയിഡിൻ്റെ റോഡ് നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ റീലുകൾ നമുക്ക് ഇത്രയേ ആകപ്പാടെ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് പിന്നെ വേണ്ട റീലുകൾ സാൾട്ട് വാട്ടർ റീലിലൊക്കെ ആണെങ്കിൽ നമ്മളോട് പറയാൻ നമുക്ക് ഏത് വേണമെങ്കിലും ഇറക്കി തരാൻ പറ്റും. പിന്നെ റോഡുകളാണെങ്കിൽ ഇത്രയൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. പിന്നെ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സാൾട്ട് വാട്ടറിൽ മീൻ പിടിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. അപ്പം നമുക്ക് സാൾട്ട് വാട്ടറിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയത്തില്ല. ഒരുപാട് ബ്രാൻഡുകളുണ്ട്, നല്ല ഒത്തിരി റോഡുകളുണ്ട്, റീലുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമുക്കപ്പം ഈ മൂന്നും അത്യാവശ്യം മൂവിങ് ആയിട്ടുള്ള പല കടക്കാർക്കും പല ആൾക്കാർക്കും മൂവിങ് ആയിട്ട് എൻക്വയറി ഉള്ള റോഡായതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇത് പിന്നെ ലോക്കൽ റോഡാണ്. ഇത് പിന്നെ ബിഗിനേഴ്സിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ റോഡുകളാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ റോഡുകൾ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിനകത്തൊരു പ്രോ അല്ലാത്തത് കൊണ്ടും ഇത് കടലിനകത്ത് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പിന്നെ കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കടലിൽ തിരണ്ടി പിടിക്കാനും അല്ലെ അതേപോലെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ നല്ല റീലുകളാണ്. വലിയ കുഴപ്പമില്ലാത്ത, കാരണം കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ റീലുകളാണ്. ഇതിനാണ് 2850, ഇതിന് 3220, ഇതിന് 2265. ഇത് പക്ഷേ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല ഫോർ സാൾട്ട് വാട്ടർ. കടലിൽ കളിച്ച് കഴിഞ്ഞാൽ തുരുമ്പ് കയറും, പക്കാ തുരുമ്പ് പിടിക്കും. 1000 റീൽ ഞാൻ ഇപ്പം തന്നെ തുരുമ്പ് പിടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വിഷയം ഇതിനുണ്ട്. അപ്പം പക്ഷേ നല്ല റീലാട്ടോ. ഇതിനകത്തൊക്കെ ഒത്തിരി ആൾക്കാർ, ഒരുപാട് ആംഗ്ലേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് കടലിൽ ഇപ്പോഴും കളിക്കുന്നുണ്ട്.
അപ്പോൾ അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല, ഇപ്പോഴും ആൾക്കാർ കളിക്കുന്നുണ്ട്, പക്ഷേ റെക്കമെൻഡബിൾ അല്ല. അപ്പോൾ ഈ 2 റീല് നല്ല റെക്കമെൻഡബിൾ ആണ്. പക്ഷേ ഇത് ഒരു 2 kg ഒക്കെ ഞാൻ പറയത്തുള്ളൂ. കടലിലെ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ 2 കിലോയുടെ മീനാണെങ്കിലും 10 കിലോയുടെ പിടുത്തം പിടിക്കും. അതുകൊണ്ട് അതിൽ കൂടുതലൊക്കെയുള്ള പിടുത്തം നല്ല ജാമായി, ഇപ്പോൾ ഒരു ഹമൂറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ റീല് കംപ്ലൈൻ്റ് ആവും. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ല രീതിയിൽ വലിച്ചു കയറ്റാൻ പറ്റും. ഇത് പിന്നെ സർഫ് ഫിഷിങ് കാര്യങ്ങൾ, ഇപ്പോൾ കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് തീറ്റി അടിച്ചിട്ട് പിടിക്കുന്ന പരിപാടിക്കൊക്കെ ഇത് നോക്കുക. അപ്പം ഇത്ര സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതൊക്കെ വേണം, ഈ ഐറ്റംസിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും 1-2 പീസൊക്കെ വെച്ച് നമ്മുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് തരാനുണ്ട്. അപ്പം വേറെ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം, വാറണ്ടിക്ക് വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് 6 മാസം വാറണ്ടിയാണ്. അതേപോലെ വേറെ ഏത് സാധനമാണെങ്കിലും വാറണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗ് തരുവാണെങ്കിൽ നമ്മൾ സാധനം ഇറക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ എത്രയേ പറയാനുള്ളൂ. ഓക്കെ.